ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സ്നേഹയോട് കള്ളം പറഞ്ഞെന്നുള്ളത് സത്യമാ. പക്ഷെ അനൂപേട്ടനെ രക്ഷിക്കാൻ പോകുന്ന സച്ചിയേട്ടൻ അപകടത്തിലാവും അറിഞ്ഞാ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ഒഴിഞ്ഞു മാറി കൈയും കെട്ടി നോക്കി നിൽക്കണോ? ഞാൻ പോയി സച്ചിയേട്ടനോട് മർച്ചനടുത്തിലും ഒപ്പം നിന്ന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തു. അതിനാ സ്നേഹ ഇപ്പൊ എന്നെ വിചാരണ ചെയ്യുന്നത്. എനിക്കൊരു ജീവിതം തന്നത് ഈ വീടാ. അത് ഞാൻ മറക്കത്തില്ല. സച്ചേട്ടനൊരു അപകടം പറ്റിയ നിങ്ങൾ പോയി രക്ഷിക്കണ്ടെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല. ഇതിപ്പോ നിങ്ങൾ ആർക്ക് വേണ്ടിയാ പോയത്? അന്നുപടി നിങ്ങളുടെ ആരാ? ബന്ധുവാണോ അല്ലയോ എന്ന് നോക്കിയിട്ടല്ല ഒരാളെ രക്ഷിക്കാൻ ഇറങ്ങി തിരിക്കുന്നത്. ഇവിടെയുള്ളവരെയും വൃന്ദാവനത്തിലുള്ളവരെയും ഞാൻ രണ്ടായി കണ്ടിട്ടില്ല. സച്ചേട്ടന്റെ ബന്ധുക്കൾ എന്റെയും ബന്ധുക്കളാ. അങ്ങനെ കണ്ടിട്ടുള്ളൂ. എന്നാ ഇനി അങ്ങനെ കാണണ്ട. വല്ലവർക്കും വേണ്ടി പോയി തല്ലു വാങ്ങാൻ നിങ്ങൾ ആരാ? അവരുടെ ഗുണ്ടയോ? എന്നോട് ഈ വീടിനോടും അല്ലാതെ മറ്റാരോടും നിങ്ങൾക്ക് ഒരു കടപ്പാടിന്റെ ആവശ്യമില്ല. ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ലെന്ന് നിങ്ങളുടെ തല തൊട്ട് ഇപ്പൊ സത്യം ചെയ്യണം. സ്നേഹ, നിന്റെയും അച്ഛന്റെയും മുൻപിൽ തോൽക്കാനും ക്ഷമ പറയാനും എനിക്കൊരു മടിയുമില്ല. ഇനി ഒരിക്കലും നിന്നോട് കള്ളം പറഞ്ഞിട്ട് ഞാൻ ഒരിടത്തേക്കും പോവില്ല. ഞാൻ നിനക്ക് വാക്ക് തരുന്നു. ഇനി നിന്നോട് പറഞ്ഞിട്ട് മാത്രമേ ഞാൻ എന്തും ചെയ്യൂ. ഇനി എന്നെ വിട്ടേച്ച് പോവില്ല ധനുഷ്. ധനുഷിന് എന്തെങ്കിലും പറ്റിയ എനിക്കത് സഹിക്കില്ല. എനിക്ക് ധനുഷ് മാത്രമേ ഉള്ളൂ. എന്നോട് കള്ളം പറഞ്ഞതിന്റെ ദേഷ്യവും സങ്കടവും സഹിക്കാതെ വന്നപ്പോ തല്ലിപ്പോയതാ. സോറി. അത് സാരമില്ല. എനിക്കൊരു തല്ലിന്റെ കുറവുണ്ടായിരുന്നു. അതിപ്പോ ശരിയായി. അച്ഛാ, മധുവിനെ പോലുള്ള ഗുണ്ടകൾ നേരിട്ട് മാത്രമേ ആക്രമിക്കൂ. പക്ഷെ ഒപ്പം നിന്ന് ചതിക്കുന്നവരെ അവസാനം വരെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചെന്ന് വരില്ല. ഒപ്പം നിന്ന് ചതിച്ചതിപ്പോ ധനുഷ. അതിവിടെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. സ്നേഹയുടെ ഭർത്താവായതുകൊണ്ട് മാത്ര ധനുഷിനിപ്പോ വീട്ടിലേക്ക് തിരിച്ചു കയറാൻ പറ്റിയത്. അതുകൊണ്ട് ഒപ്പം നിന്ന് ചതിച്ചതിനെ കുറിച്ച് അധികം പറയാതിരിക്കുന്നതാ നല്ലത്. സംഭവിച്ചതിനൊക്കെ ധനുഷ് ക്ഷമ ചോദിച്ചല്ലോ. ഇനി അവനെ കുറ്റപ്പെടുത്തണ്ട. നിങ്ങളകത്തേക്കല്ലേ. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ ആരുടെയും ജീവനോ ജീവിതമോ ഒന്നും നശിപ്പിച്ചിട്ടില്ല. സ്വന്തം ജീവൻ പോലും പണയം വെച്ച അനൂപേട്ടനെയും സച്ചിയേട്ടനെയും എന്നെയും എല്ലാം ഇതിൽ നിന്ന് രക്ഷിച്ചത് അത് അർച്ചനടുത്തിയാ. ഞാൻ ആരുടെയും ഭാഗം പറഞ്ഞതൊന്നുമല്ല. എല്ലാവരെയും കീറി മുറിച്ച് വിചാരണ ചെയ്യുന്നതിനിടയിൽ മറന്നു പോകാതിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാ.